ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ ഗംഭീരമായിട്ടുള്ള ഒരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ വർഷയും ശ്രീകാന്ത് കൂടി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പം വർഷയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള വാഗ്ദാനമൊക്കെ കൊടുത്തിട്ടാണ് ശ്രീകാന്ത് നമ്മുടെ വർഷയെ കൂട്ടി പോകുന്നത്. ഈ സമയത്താണെങ്കിലോ സച്ചിയാണെങ്കിൽ രേവതിയെ വിളിച്ചിട്ട് അവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടാവുമോ, എനിക്ക് വിശന്നിട്ടാണെങ്കിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ രേവതിയെ വിളിച്ചതും രേവതി ആണെങ്കിലോ പെട്ടെന്ന് തന്നെ ലക്ഷ്മിയമ്മയോട് പോലും പറയാതെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോവാണ്. പിന്നീടാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തും കൂടി ഒരു പാർക്കിൽ പോയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പം നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, വർഷയടി എനിക്ക് കുറേ തിരക്കുകളൊക്കെ ഉണ്ട്, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുക. നീ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോയാക്കാം, നീ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു അവൾ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ശ്രീകാന്തിൻ്റെ കയ്യിൽ ഇങ്ങനെ വർഷ കയറി പിടിച്ചിട്ട് അവൾ പറഞ്ഞു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിച്ച് കേൾക്കണം. എടാ, നമ്മുടെ അച്ഛനും അതുപോലെ തന്നെ അച്ഛന്മാർ തമ്മിലുള്ള ആ ഒരു പ്രശ്നം, അത് നീ എന്തിനാ ഇത്ര വലിയ വിഷയമാക്കുന്നത്? ഞാൻ അതൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടില്ലല്ലോ. ഇപ്പം എൻ്റെ ഈ ഒരു സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ നീ ഇങ്ങനെ എന്നെ ഒഴിവാക്കി വിടുമായിരുന്നു എന്ന് വർഷ ചോദിക്കുക. ശ്രീകാന്ത് ആണെങ്കിലും ഒരക്ഷരം പോലും മിണ്ടാതെ വർഷ പറയുന്ന കാര്യങ്ങളും ഒക്കെ കേട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പം വർഷ പറഞ്ഞു, അതെ, ഞാൻ ഇത്രയും കാലവും എൻ്റെ കരിയർ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഇപ്പം നിന്നെ കണ്ടതിന് ശേഷം നിന്നൊരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി. അത് ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവൽ അല്ലടാ. ഞാൻ ഒരുപാട് നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീയും എൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് മാത്രമാണ് നീ ഉണ്ടാക്കി തരുന്ന ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് ഞാൻ വാശി പിടിച്ചത്. പിന്നെ നിന്നോടുള്ള എൻ്റെ ഈ ഒരു ഇഷ്ടം അത് സിൻസിയറാണ്. ജീവിതകാലം മുഴുവനും ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നും ഒക്കെ ഇവൾ അവൻ്റെ അടുത്ത് മറുപടി പറയുമ്പോഴത്തേക്കിനും ശ്രീകാന്ത് ആണെങ്കിലോ മൊത്തത്തിൽ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. വർഷയോട് നോ പറയാനും പറ്റില്ല. വർഷയെ തനിക്ക് ഇഷ്ടമാണ്. പക്ഷെ തൻ്റെ ഇഷ്ടം ഇപ്പം അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രോബ്ലം ആകുമെന്ന് തന്നെ അവൻ വിചാരിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്നത് രേവതി മാർക്കറ്റിലേക്ക് പോയിട്ട് അത്യാവശ്യം മുഴുത്ത ഒരു മീൻ തന്നെ നോക്കി ഇങ്ങ് വാങ്ങുകയാണ്. എന്നിട്ട് വളരെയധികം സന്തോഷത്തിൽ ഈ സാധനങ്ങളും ഒക്കെ ആയിട്ട് സൈക്കിളും ചവിട്ടി വരുമ്പോഴത്തേക്കിനും അവിടെ അവളുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലെ ചേച്ചിമാരൊക്കെ ചോദിച്ചു, എന്താ മോളെ ഇത്, നിന്നെക്കാട്ടിലും വലിയ മീനാണല്ലോ, എന്താ ഇന്ന് വല്ല വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം, അതെ, സച്ചിയേട്ടൻ ഭക്ഷണം കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു. ഇന്നലെ അല്ലേടി നീ ഇങ്ങോട്ട് വന്നത്, എന്നിട്ട് ഇതെന്താ ഇത്, ഇന്ന് തന്നെ നിന്റെ കെട്ടിയോനെ നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ചേച്ചിമാര് കളിയാക്കുകയാണ്. അപ്പോൾ രേവതി പറഞ്ഞു, ദേ ചേച്ചി, ചുമ്മാ കളിയാക്കല്ലേ, ഞാനേ വേഗം ഒന്ന് പോയിട്ട് ഇതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കട്ടെ. ആളിപ്പം ഇങ്ങെത്തും, നല്ല വിശപ്പാണെന്നേ. ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമൊക്കെ ആൾക്ക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നതെന്നും പറഞ്ഞ് രേവതി അവരോടൊക്കെ യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. മകള് ഇത്രയും വലിയൊരു സഞ്ചിയൊക്കെ തൂക്കി വരുമ്പോഴത്തേക്കിനും നമ്മുടെ ലക്ഷ്മിയമ്മയാണെങ്കിൽ, രേവു ഇത് എന്തൊക്കെയാടി ഇത്, നീ എന്താ ഇത്രയും വലിയ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്? അമ്മേ, ഇപ്പം ഇതൊന്നും പറയാൻ നേരെയില്ല, സച്ചിയേട്ടൻ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ഇതൊക്കെ ശരിയാക്കണമെന്നും പറഞ്ഞ് അവൾ കിച്ചണിലേക്ക് പോകാൻ തുടങ്ങുമ്പം, രേവു നീ എന്തൊക്കെയാടി പറയുന്നത്? ദേ, കർക്കിടകത്തിന് ഈ വീട്ടിൽ നിൽക്കാൻ വന്നതാ നീ, നിന്റെ പിന്നാലെ സച്ചി ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊക്കെ മോശമല്ലേ മോളെ? നിന്റെ അമ്മായിയമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അതിലും വലിയ പ്രശ്നമാകും. ദേ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്, സച്ചിയോട് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറയുന്നൊക്കെ പറയാണ്. അമ്മ ഇത് എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? ആ മനുഷ്യൻ ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ എന്നെ വിളിച്ച് സംസാരിച്ചു, കുറച്ച് ചോറുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കഴിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ വിളിച്ച് ചോദിച്ച ആളുടെ അടുത്ത് ഞാൻ എന്ത് പറയാനാ, അമ്മ അങ്ങ് മാറി നിന്നെന്ന് പറഞ്ഞിട്ട് രേവതി ദേഷ്യത്തോടു കൂടി കിച്ചണിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ദേവു വന്നു. ദേവു വിവരങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അവളും പറഞ്ഞു, അമ്മ സച്ചിയേട്ടൻ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചാൽ എന്താ പ്രശ്നം? സച്ചിയേട്ടൻ്റെ വീട് കൂടിയല്ലേ ഇത്? ശരത്തും അപ്പം ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ലക്ഷ്മി ആണെങ്കിലോ, എൻ്റെ പൊന്നുമോളെ, ചന്ദ്രമതിയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അവരെങ്ങാനും ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, അത് മതി. ദേ മോളെ, ഒരു മാസത്തെ ഈ നിപ്പുമൊക്കെ കഴിഞ്ഞിട്ട് നീ വീണ്ടും ചന്ദ്രമതിയുടെ കോട്ടയിലേക്കാണ് പോവേണ്ടത്. അതുകൊണ്ട് അമ്മ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഒരു കാര്യം ചെയ്യ്, ഞാൻ തന്നെ സച്ചിയെ വിളിച്ച് പറഞ്ഞോളാം, അവനോട് ഇങ്ങോട്ട് വരണ്ട, അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട്. അമ്മേ, എൻ്റെ കെട്ടിയവന് ഭക്ഷണം കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഈ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ഭർത്താവ് വരട്ടെ, അങ്ങേരുടെ കൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിക്കോളാം, എന്നിട്ട് അവിടെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നോളാം എന്നും രേവതി പറയുകയാണ്. ഇത് കേട്ടതും നമ്മുടെ ലക്ഷ്മിയമ്മ പറഞ്ഞു,
മോളെ അമ്മ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കടി. അവൻ വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ടല്ല. ചന്ദ്രമതി അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എന്നും പറഞ്ഞ് ലക്ഷ്മി അമ്മ ഒരേ സങ്കടത്തിൽ നിൽക്കുമ്പം അമ്മേ സച്ചേട്ടൻ വന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആള് പെട്ടെന്ന് പോയിക്കോളൂന്നേ. പിന്നെ അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വന്നോട്ടല്ലേ. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ഇതൊക്കെ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ലക്ഷ്മി അമ്മ കിച്ചണിലേക്ക് പോകാൻ തുടങ്ങുമ്പം രേവതി പറഞ്ഞു, അതെ, ഇത് ചെയ്യാനുള്ള ബാക്കി സാധനങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചാൽ മതി. ഞാൻ പോയിട്ട് എല്ലാം ചെയ്തോളാന്ന് പറഞ്ഞ് അവൾ തന്നെ അവളുടെ ഇഷ്ടത്തിന് അവളുടെ രീതി അനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ വർഷയെയും ശ്രീകാന്തിനെയും ആണ്. അപ്പോൾ ശ്രീകാന്തിനോട് തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഒരു സ്നേഹം, ആ ഒരു ഇഷ്ടം, അതൊക്കെ നമ്മുടെ വർഷ തുറന്നു പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിലോ, വർഷ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കിപ്പം ഇതിനൊന്നും ഒരു മറുപടി പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ്. എനിക്ക് ശരിക്കും ടെൻഷനാ. അച്ഛനെ അമ്മയും ഒക്കെ വിഷമിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു തീരുമാനം എടുക്കുന്നത്? ശ്രീ, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ, നിന്റെ ഭാര്യയായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷ ശ്രീകാന്തിൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. അപ്പം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം രണ്ടുപേര് ഇതൊക്കെ കണ്ട് അപ്പുറം മാറി എങ്ങനെ നിൽക്കുകയാണ്. മറ്റാരുമല്ല, വർഷയുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെയാണ്. അങ്ങനെ ഇവർ ഈ കാര്യങ്ങൾ കണ്ടില്ലേ ചേട്ടാ, നിങ്ങളുടെ മകള് അതും ഇത്രയും വലിയൊരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് അവന് ഉമ്മ കൊടുക്കുന്ന കാഴ്ച. ഇവളെ ഇപ്പം ഇത് എന്തിനാ ഇങ്ങനെ വളർത്തിയതെന്ന് പോലും ഞാൻ ആലോചിച്ച് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വർഷയുടെ അമ്മയാണെങ്കിൽ ഇതാ തലക്ക് കൈ കൊടുത്തു. പുള്ളിക്കാരനാണെങ്കിലോ ഇതൊക്കെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ രവിയെ വിളിച്ച് സംസാരിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ എന്നും പറഞ്ഞ് ആശ വീട്ടിലെത്തിയിട്ട് രവിയെ വിളിക്കുകയാണ്. ഈ രവി ആണെങ്കിലോ ആ സമയത്ത് ഉള്ളത് നമ്മുടെ യൂണിയൻ ഓഫീസിലാണ്. പുള്ളിക്കാരൻ നമ്മുടെ വാസുദേവന്റെ കോള് കണ്ടതും അതെടുത്തു. എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പം, അതെ, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് കാണണം, താൻ ഇങ്ങോട്ടൊന്ന് വരുമോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ ഇതിനു മുന്നേ ഒരുപാട് പ്രാവശ്യം സാറിൻ്റെ വീട്ടിൽ വന്നതാണല്ലോ. എനിക്കിപ്പോൾ സാറിനെ വന്ന് കാണേണ്ട കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് എനിക്കിപ്പം നേരവും ഇല്ല എന്നും പറഞ്ഞ് രവി ഫോൺ വെക്കാൻ തുടങ്ങുമ്പം, അല്ല അങ്ങനെയാണെങ്കിൽ രവി എവിടെ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് രവിയുടെ അടുത്ത് നമ്മുടെ വാസുദേവൻ പറയുന്നത് കാണിക്കുകയാണ്. അപ്പം നമ്മുടെ രവി ആണെങ്കിൽ ഞാൻ ഫ്രീ ആയി കഴിയുമ്പം ഇയാളെ വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അതിനുശേഷം കൂട്ടുകാരൻ്റെ അടുത്ത് രവി സംസാരിച്ചു. അതെ, ഇയാൾ ഇത്രയും താഴ്ന്ന് സംസാരിച്ചത് ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ എന്തോ ഒരു കാര്യം സാധിക്കാനുണ്ട്. ഇനി അടുത്ത വല്ല പദ്ധതിയുമായിട്ടാണോ ഇങ്ങേരുടെ വരവെന്ന് അറിയത്തില്ല എന്നും പറഞ്ഞ് രവി സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക്